മലയാളികൾ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമ. സിദ്ദിഖ് എന്ന ബഹുഭാഷാ സംവിധായകൻ്റെ മികച്ച സംവിധാനത്തിൽ 2017 ഫെബ്രുവരി 3 തിയേറ്ററുകളിൽ എത്തിയ ഫുക്രി വിജയകരമായി പിന്നിടുകയാണ്. ഫുക്രിയുടെ വിജയത്തിന് മാറ്റുകൂട്ടിയ ജൈത്രയാത്രയായിരുന്നു ഇത്. സൽമാൻ ഖാൻ എന്ന് പറഞ്ഞ ഉപ്പാപ്പക്ക് പ്രാന്ത ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൊണ്ട് കാണിക്കുന്നു. അല്ല, നല്ല പൊക്കത്തില് ബുർജ് ഖലീഫയ്ക്ക് താടി വെച്ച മരത്തിൽ ഉപ്പയാണ്. സിദ്ദിഖ് എന്ന സംവിധായകന്റെ ട്രേഡ്മാർക്കായ നർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ കുടുംബ ബന്ധങ്ങളുടെയും നിർമ്മലമായ പ്രണയബന്ധങ്ങളുടെയും കഥ പറഞ്ഞ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഫുക്രി. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ അരികിൽ നീ കൊഞ്ചും നാദമായി മടിയിൽ നീ തങ്കത്താലമായി. സംവിധായകൻ സിദ്ദിഖും വൈശാഖ് രാജനും ജെൻസോ ജോസും ചേർന്ന് എസ്റ്റാക്കിസ് ആൻഡ് വൈശാഖ് സിനിമയുടെ ബാനറിൽ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നു. നായക കഥാപാത്രമായ ജയസൂര്യയോടൊപ്പം ലാൽ, സിദ്ദിഖ്, പ്രയാഗ മാർട്ടിൻ, അനു സിത്താര, KPAC ലളിത തുടങ്ങിയ വൻ താരനിര പ്രസ്തുത ചിത്രത്തിൽ അണിനിരക്കുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ 27 വർഷത്തെ എൻ്റെ സിനിമാ കരിയറിനിടയിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പഴയകാല റാംചുദാവ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഗോഡ് ഫാദർ പോലെ അതിമനോഹരമായ ഒരു സിനിമയാണ് ഫുക്രി എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഈ വിജയത്തിന് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സിദ്ദിഖ് എന്ന സംവിധായകൻ്റെ മറ്റൊരു ഹിറ്റ് ചിത്രം മലയാളികൾ ഒന്നടങ്കം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ചരിത്രം ആവർത്തിക്കുകയാണ്, ഒപ്പം സിദ്ദിഖിന്റെ സിനി മാജിക്കും. ഫുക്രി സിനിമയിലെ ശ്രവ്യ മധുരങ്ങളായ ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിങ് മമാമിയയിലാണ് നടന്നത്. ജയസൂര്യ, നടൻ സിദ്ദിഖ്, ഫുക്രിയിലെ ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകൻ വിശ്വജിത്ത് എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചടങ്ങിന്റെ ലൈവ് വീഡിയോ ഫേസ്ബുക്ക് വഴി അവതരിപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് അന്നത് കണ്ടത്. തമാശയിലൂടെയാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുള്ളത്. ചേട്ടന്റെ നായികയായിട്ടാണ് ഞാൻ ഫുക്രിയെ ഒരു ശക്തമായ കുടുംബകഥയാണ് ഫുക്രി പറയുന്നത്. വളരെ സത്യസന്ധമായ കഥയിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല, പിന്നെ കോഴിക്കോട്. കേൾക്കാത്ത ചില പേരുകൾ കേൾക്കുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ 500 എന്ന് പറയുന്ന പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫുക്രി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുക്രിയുടെ പ്രാധാന്യം മനസ്സിലാവും. നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ? അതിന് രണ്ടാമത് ജനിക്കണം. ഫുക്രി എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള അലി ഫുക്രി എന്നൊരു കഥാപാത്രത്തെയാണ് നഫ്സി എന്നാണ് ഞാൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്.
ഫുക്രി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഫുക്രി? ഇതൊരു ഉറുദു പദമാണ്. പണ്ഡിതൻ, ജ്ഞാനി എന്നൊക്കെയാണ്. ഫുക്രി എന്ന സിനിമയിൽ 3 ഫുക്രിമാരാണുള്ളത്. ഞാനും ലാലും ജയസൂര്യയുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ജയസൂര്യയുടെ കഥാപാത്രം പറയുന്നത് രക്തബന്ധം ഉള്ളവർ തമ്മിലുള്ള പിണക്കം 3 രാപ്പകലുകൾക്കപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുതെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. രക്തബന്ധമുള്ളവർ തമ്മിലുള്ള പിണക്കം 3 രാപ്പകലുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നല്ലേ ഇസ്ലാമിൽ. അതാണ് ഈ സിനിമയുടെ സ്നേഹത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഫുക്രി. സ്നേഹബന്ധത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയായിരിക്കും ഫുക്രി. താൻ ചെയ്യുന്ന സിനിമകളെല്ലാം ഒന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവണം അടുത്തത് എന്ന് വളരെ നിർബന്ധമുള്ള ആളാണ് സംവിധായകൻ സിദ്ദിഖ്. ഞങ്ങൾ രണ്ടുപേരും 25 കൊല്ലത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ ഒരുമിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ വലിയ കഥാപാത്രമാണ് സിദ്ദിഖ് ഈ സിനിമയിൽ എനിക്ക് തന്നിട്ടുള്ളത്. കോമഡിയുടെ പശ്ചാത്തലത്തിൽ നിരവധി നല്ല അഭിനയ മുഹൂർത്തങ്ങളും ഗാനനൃത്ത രംഗങ്ങളും സസ്പെൻസും എല്ലാം കോർത്തിണക്കി ഒട്ടേറെ പുതുമയോട് കൂടിയാണ് സിദ്ദിഖ് സർ ഫുക്രി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അവനിട്ട് കിട്ടുന്ന ഇടിയാണ് ഞാൻ മേടിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ഫുക്രി തറവാട്. പാലായിക്കടുത്ത് രാമപുരം എന്ന സ്ഥലത്ത് 30,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ ബംഗ്ലാവാണ് ഫുക്രി ബംഗ്ലാവായിട്ട് സിനിമയിൽ സംവിധായകൻ സിദ്ദിഖും കൂട്ടരും ചിത്രീകരിച്ചിട്ടുള്ളത്. ഫുക്രി സിനിമയിലെ താരങ്ങളും അണിയറ ശില്പികളും പ്രദർശന വിജയം പങ്കിടുവാൻ ഫുക്രി ബംഗ്ലാവിൽ എത്തിയിരുന്നു. ഫുക്രി തറവാട്ടിലെ കാരണവർ സാക്ഷാൽ സുലൈമാൻ ഫുക്രിയും നായകൻ ലക്കിയും നായിക ആലിയയും കാമുകൻ ഉബൈദും ഉസ്മാൻ മേസ്ത്രിയും ബ്രോക്കർ കുഞ്ഞാപ്പയും ലക്കിയുടെ കൂട്ടുകാരായ ഫ്രാങ്ക്ലിനും വസന്തകുമാറും ഫ്രാങ്ക്ലിൻ്റെ കാമുകി ക്ലാരയും പള്ളി കമ്മിറ്റിക്കാരും അമ്പല കമ്മിറ്റിക്കാരും ഫുക്രി ബംഗ്ലാവിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് തിരികൊളുത്താൻ. ഓരോ സിനിമയുടെയും വിജയം മഹത്തായ ചലച്ചിത്ര സൃഷ്ടിയിൽ നിന്നും ഉടലെടുക്കുന്ന അനുഭൂതിയാണ്. വിജയങ്ങളുടെ ഇതിഹാസ നായകന്മാരാകുന്ന അപൂർവം ചില സൃഷ്ടാക്കളിൽ സിദ്ദിഖ് എന്ന സംവിധായകനുമുണ്ട്. സിദ്ദിഖിന്റെ വിജയം മലയാള ചലച്ചിത്ര ലോകത്തിന്റെ വിജയമാണ്. വ്യത്യസ്ത പേരുകൾക്ക് മൂല്യങ്ങൾ നൽകി സിനിമയുടെ പേരുകളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന സംവിധായകനാണ് സിദ്ദിഖ്. സിദ്ദിഖിന്റെ ഫുക്രി. എന്താണ് ഫുക്രി? ഫുക്രി ഒരു ഉറുദു പദമാണ്. ജ്ഞാനി, ഉന്നതൻ എന്നൊക്കെ ഫുക്രിയുടെ ഉറുദു പദത്തിന് അർത്ഥമുണ്ട്. ഫുക്രി എന്ന സിനിമ തിരശീലയിൽ ഇങ്ങനെയാണ്. അർദ്ധരാത്രി, നല്ല മഴയുണ്ട്, ഇടിമിന്നലും. ശക്തിയായി ഒരു മുഴക്കത്തോടെ എന്തോ ഒന്ന് അമ്പലത്തിന്റെ താഴികക്കുടം ഇടിച്ചു തകർക്കുന്നു. അമ്പലത്തിന്റെ താഴികക്കുടത്തിൽ നിന്നും അടർന്നു വീണ വസ്തുവുമായി അമ്പല കമ്മിറ്റിക്കാർ വർക്ക്ഷോപ്പ് പണിക്കാരനായ ഉസ്മാൻ മേസ്രിയുടെ അടുത്തെത്തുന്നു. കഥ ഇവിടെ നിന്ന് രസകരമായി തുടങ്ങുന്നു. ഉസ്മാൻ മേസ്രിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലക്കിയും ഫ്രാങ്ക്ലിനും വസന്തകുമാറും. ഇവർ താഴികക്കുടത്തിൽ നിന്നും കിട്ടിയ വസ്തു ഇറിഡിയമാണെന്ന് തിരിച്ചറിയുന്നു. ഇറിഡിയം വലിയ വിലപിടിപ്പുള്ള സാധനമാണെന്നും അമ്പലത്തിന്റെ താഴികക്കുടത്തിൽ മാത്രമല്ല പള്ളിയുടെ താഴികക്കുടത്തിലും ഇറിഡിയമുണ്ടെന്നും അതുകൊണ്ട് അമ്പലവും പള്ളിയും പൊളിച്ചാൽ ധാരാളം ഇറിഡിയം കിട്ടുമെന്നും അത് വിറ്റ് കോടീശ്വരന്മാരാകാമെന്നും ലക്കി ഉസ്മാൻ മേസ്രിയെ ധരിപ്പിക്കുന്നു. ഇറിഡിയത്തിനായി അമ്പലത്തിന്റെയും പള്ളിയുടെയും പുനരുദ്ധാരണം ഏറ്റെടുക്കുന്ന ഉസ്മാൻ മേസ്രി അമ്പല കമ്മിറ്റിക്കാരുടെയും പള്ളി കമ്മിറ്റിക്കാരുടെയും അനുവാദത്തോടെ ഉസ്മാൻ മേസ്രി അമ്പലവും പള്ളിയും പൊളിക്കുന്നു. എന്നാൽ ഇറിഡിയം ലഭിക്കുന്നില്ല. ഉള്ള ഇറിഡിയം വിൽക്കുന്നതിനായി ലക്കിയും ഫ്രാങ്ക്ലിനും വസന്തകുമാറിന്റെ ഉപദേശപ്രകാരം ബ്രോക്കർ കുഞ്ഞാപ്പയെ കാണുന്നു. എന്നാൽ ഇറിഡിയത്തിന്റെ വിൽപ്പന നടക്കുന്നില്ല. ലക്കിയും ഫ്രാങ്ക്ലിനും വസന്തകുമാറും മുങ്ങുന്നു. ഫുക്രിയുടെ കഥ ഇവിടുന്നങ്ങോട്ട് രസകരമായ ഏടുകളാണ്.
ഫുക്രി തറവാട്ടിലെ 2 പെൺകുട്ടികളെ ലക്കിയും കൂട്ടുകാരും കണ്ടുമുട്ടുന്നതോടെ ഫുക്രിയുടെ കഥ മറ്റൊരു ഗതിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെ പ്രണയബന്ധങ്ങൾ ഇഴചേർത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് സിദ്ദിഖ് എന്ന സംവിധായകൻ. ഈ ഉദ്യമത്തിൽ സംവിധായകൻ വിജയിച്ചു എന്നുള്ളതിന് തെളിവാണ് ഫുക്രി എന്ന സിനിമയുടെ മഹത്തായ വിജയം. ഫുക്രിയിലെ താരപ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഓരോ കഥാപാത്രങ്ങളും മനോഹരം തന്നെ. റാംജിറാവും വിയറ്റ്നാം കോളനി ഗോഡ് ഫാദറൊക്കെ കണ്ട കാലം തുടങ്ങിയുള്ള മോഹമായിരുന്നു. സിദ്ദിഖ് സാറിൻ്റെ സിനിമയിൽ എങ്ങനെ മോഹം കാണിക്കണം. ഞാൻ ഫ്രണ്ട്സിൽ ചെറിയൊരു വേഷം പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിനെ കാണുമ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ ഒരു വേഷം സാർ നമുക്ക് തരണം എന്നുള്ളത്. അത് ഈ സിനിമയിലാണ് നടന്നത്. ഈ പടത്തിൽ ഞാനൊരു പഞ്ചായത്ത് മെമ്പറിന്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഫുക്രിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു തറവാടിന്റെ കഥയാണ്. ജയസൂര്യ, സിദ്ദിഖിക്ക, ലാൽ സാറെ, പിന്നെ ഞാൻ ഉൾപ്പെടെ ഇഷ്ടം പോലെ മിമിക്രി താരങ്ങളും. സിദ്ദിഖ് സാറിന്റെ കഴിഞ്ഞ കാല പടങ്ങളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ മേക്കിങ്ങും ഈ പടത്തിലുമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നതിന്റെ കാസ്റ്റിംഗ് ആണ്. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ഒത്തുചേർന്നൊരു ചിത്രം കൂടിയായിരിക്കും ഫുക്രി. ഇതിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സന എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വളരെ ഫ്രണ്ട്ലി, വളരെ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. സിദ്ദിഖ് അഭിനയം ശരിക്കും പുറത്തേക്ക് എടുക്കുകയാണ്. എല്ലാവരും ആരും അറിയാതെയാണ് സിദ്ദിഖ് അഭിനയം പുറത്തേക്ക് എടുക്കുന്നത്. സിദ്ദിഖ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാറ്റമില്ല. 25 വർഷത്തെ ആക്ഷൻ കട്ടും എങ്ങനെ പറയുന്നു, നമുക്ക് എങ്ങനെ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതുപോലെ തന്നെയായിരുന്നു ഫുക്രിയിലും സാർ. ശരിക്കും അത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, സാറിന്റെ ക്യാരക്ടർ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതൊരു ആക്ടറുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സിദ്ദിഖ് സാറിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ളത്. സിദ്ദിഖ് സാറിന്റെ സിനിമയിൽ അദ്ദേഹം എഴുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് എന്റെ സ്വപ്നം. ഈ സിനിമയിലൂടെ ചെറിയ രീതിയിൽ സഫലമാവുകയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സിദ്ദിഖ് സാറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫുക്രിയിൽ ഞാൻ ഇന്നൊരു ഭാഗമാണ്. ഇത്രയും വലിയൊരു ഹിറ്റ് ഡയറക്ടറിന്റെ സിനിമയിൽ നല്ലൊരു തുടക്കമായിട്ട് തുടങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പടത്തില് എന്നെ സിദ്ദിഖ് സാറ് കാസ്റ്റ് ചെയ്ത് ഒത്തിരി നന്ദിയുണ്ട്. കാരണം സിദ്ദിഖ് സാറിനെ ആളുടെ പടം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഏതൊരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് തൊട്ടാലും പൊന്നാക്കുന്ന സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ വളരെ ഇന്റിമസിയോടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഏറ്റവും ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അദ്ദേഹം ഓരോ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ദാറ്റ് ഈസ് അമേസിംഗ്. സിദ്ദിഖ് സാറിന്റെ ഒരുപാട് വിജയം വരിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഹ്യൂമറിന് ഒരുപാട് പ്രാധാന്യമുള്ള നല്ലൊരു കഥയുള്ള നല്ലൊരു സിനിമയാണ് ഫുക്രി. ഈ മൂവിയിൽ എനിക്ക് കിട്ടിയ റോൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു കഥാപാത്രം, ഉപേര് ഫുക്രി എന്നൊരു കഥാപാത്രം എനിക്ക് കിട്ടിയത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് തൊട്ടതെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ സിദ്ദിഖ് സാറിന്റെ പുതിയ ചിത്രമായ ഫുക്രിയിൽ ഞാനും ഒരു ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. മാവു എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്.
സാറിന്റെ ഫിലിമിൽ ഒരു ഷൂട്ടിംഗ് നടക്കുകയെന്നോട് അറിയില്ല. കാരണം അത്രയ്ക്ക് സൈലന്റായിരുന്നു. സാർ ആരെയും കുഴപ്പമില്ല. നമ്മുടെ ജനറേഷന്റെ ട്രെൻഡിനനുസരിച്ച് വളർന്നു വരുന്ന കലാകാരന്മാരെ യൂസ് ചെയ്യാൻ സിദ്ദിഖ് സാറിനെ പോലെ മറ്റൊരു വ്യക്തിയില്ല. കോമഡി ഫെസ്റ്റിവൽ എന്ന പരിപാടിയിൽ ഞങ്ങളുടെ ഷോ സിദ്ദിഖ് സാറ് ജഡ്ജ് ചെയ്തിരുന്നു. സാറിന്റെ അടുത്ത് തന്നെ ഇതിന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. കുഞ്ഞാപ്പ എന്നൊരു കഥാപാത്രത്തിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായി. ഒരു വർഷം എന്നെ തളർത്തി കളഞ്ഞു. വീട്ടിലും വീൽ ചെയറിലും ഒക്കെ ഒതുങ്ങിക്കൂടിയിരുന്നപ്പം ഇനി ഉറപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് സിദ്ദിഖ് സാറിന്റെ കോള്. ഭൂമി വളർന്ന് താഴോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ചങ്ങാടം പോൽ ഈ ചങ്ങാതിക്കൂട്ടം പോകുന്നുണ്ട്. കേറി போகாம். சரவண செய்யப்பட்டா நிறைய இந்த டைலாக்ஸ் இது மாதிரி நம்ம விஷுவலி நிறைய கான்சென்ட்ரேட் பண்ணாரு. ஒண்ணு செல்லே த்ரீ ஆல்சோ மாதிரி ரெண்டு கல்ச்சர்ஸ் இது. ஒன்னு டிபிக்கல் முஸ்லிம் பேக்ரவுண்ட் ஒன்னு. அப்புறம் நம்ம பிராமின் இது. சோ அதுக்கு இந்த மாதிரி காஸ்டியூம்ஸ் மீன்ஸ் பேக்ரவுண்ட் ப்ராப்ஸ் லைட்டிங் ஸ்டைல்ஸ் எல்லாமே மாறும். ഫുക്രി എന്ന പേര് എഴുതിയിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്. ഈ ചിത്രത്തിലുടനീളം തുടക്കം മുതൽ അവസാനം വരെയും ആ ഒരു കളർ ടോൺ കാണിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ പരിപൂർണതയിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കഥാപാത്രങ്ങളുള്ള വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരേ സമയം ചാലഞ്ചിങ്ങും അതേസമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. കോസ്റ്റ്യൂമിനും വളരെ കൃത്യമായിട്ടുള്ളൊരു കളർ അതിൻ്റെ മെറ്റീരിയൽ സ്കീം ഉണ്ടായിരുന്നു. അതിന്റെ വസ്ത്രാലങ്കാരവും കലാ സംവിധാനവും ക്യാമറമാനും തന്നെ ഇതിലേക്കെല്ലാം വളരെ നന്നായി സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ അത് സക്സസ് ആയിരുന്നു തോന്നുന്നു. എല്ലാവർക്കും ഒരേപോലെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും. ഓരോ കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ തന്മയത്വം അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്ന അതിന്റെ റിസൾട്ട് ഇറ്റ് ഇസ് അമേസിംഗ്. സിദ്ദിഖ് സാറിന്റെ ആ ഒരു മാജിക് ഉണ്ടല്ലോ, ഹൃദയത്തിൽ കോരുക എന്ന് പറയുന്ന സംഭവം, അത് അസാധ്യമായി ചെയ്യുന്ന ഒരു സംവിധായകൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിശ്വജിത്തും ഡോക്ടർ സുദീപ് ഇളയിടവും ഒരുക്കിയിരിക്കുന്ന പാട്ടുകൾ ശ്രവ്യമധുരമാണ്. ഈ ചങ്ങാതിക്കൂട്ടം പോകുന്നുണ്ട്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ തിരിച്ചുവരവ് ഈ ചിത്രത്തിലൂടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഫുക്രി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ ഫുക്രി സിനിമയിലെ താരങ്ങളും അണിയറ ശില്പികളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആയിരുന്നുവത്രേ. അവരുടെ ആ കൂട്ടായ്മയാണ് ഇത്രയും തനിമയാർന്ന ഒരു സിനിമ അണിയിച്ചൊരുക്കുവാൻ സാധ്യമായത്. ഫുക്രി സിനിമയുടെ പാക്കപ്പ് ചെയ്തു പോകുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ പിരിഞ്ഞു പോകുന്ന മാനസിക അവസ്ഥയാണ് ഉടലെടുത്തതെന്ന് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഫുക്രി സിനിമയുടെ ഈ ആഘോഷവേള ഒരു സിനിമയുടെ വിജയാഘോഷം മാത്രമല്ല, ഒരു കൂട്ടുകുടുംബത്തിൻ്റെ സംഗമമാണ്. ഈ ആഘോഷവേളയിൽ നമുക്കും പങ്കാളികളാകാം. ഫുക്രിയിലെ താരങ്ങളും അണിയറ ശില്പികളും ഫുക്രി സിനിമയുടെ അനുഭവങ്ങൾ ഈ വിജയാഘോഷവേളയിൽ നമുക്കായി പങ്കുവയ്ക്കുകയാണ്. സംസാര വിഷയമാണ് ഫുക്രി. പുതുവർഷത്തിന്റെ സമ്മാനമാണ് ഫുക്രി. ഇത് 100-150 ദിവസം കഴിഞ്ഞ് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രാങ്ക്ലിനെയും ക്ലാരയെയും നിങ്ങൾ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഫാമിലികൾ ഇപ്പോഴും തിയേറ്ററിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഫുക്രി. നിറഞ്ഞ സദസ്സിൽ
ഫാമിലി പ്രേക്ഷകർക്കൊപ്പം സിനിമ ഇപ്പോഴും എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫുക്രിയെ ഇത്രയും ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമ നമുക്കറിയാം മലയാളക്കരയാകെ ഏറ്റെടുത്ത് ഒരു വൻ തരംഗമായിട്ട് 100ാം ദിവസത്തിലേക്കുള്ള ജൈത്രയാത്രയിലാണ്. ഇനി 100ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ആഘോഷിക്കണം. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. തീർച്ചയായും ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കണം. ഒരുപാട് നന്മകളുള്ളൊരു സിനിമയാണ്. അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. അതുകൊണ്ട് ആരും സിനിമ മിസ് ചെയ്യരുത്. ഇതിലൊരു ഭാഗമാകാൻ ക്ഷണിച്ച സിദ്ദിഖ് സാറിന് ഒരുപാട് നന്ദി. ചെറിയൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ കൃതജ്ഞനാണ് ഞാൻ. ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയ സിദ്ദിഖ് സാറിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി. മധുരം നുണയുന്ന ഈ വിജയം ഫുക്രി ബംഗ്ലാവിൽ ഫുക്രി കേക്ക് മുറിച്ചുകൊണ്ട് നായകൻ ജയസൂര്യ തന്റെ പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദിഖിന് നൽകിക്കൊണ്ട് ഊഷ്മളമായ കുടുംബ സംഗമത്തിലൂടെ ആഘോഷിക്കുകയുണ്ടായി. ചില വിജയസംഗമങ്ങൾ ജീവിതത്തിൽ എന്നെന്നും സൂക്ഷിക്കുവാനുള്ള സുന്ദര നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും. ഫുക്രി കുടുംബത്തിന്റെ സമ്പൂർണ്ണ കൂട്ടായ്മ ഒപ്പിയെടുക്കുവാൻ സൂര്യ ടിവിയോടൊപ്പം ഞങ്ങൾ ഐഡിയൽ ക്രിയേഷൻസും ഉണ്ടായിരുന്നു. ആ ഗൃഹാതുരത്വമുണർത്തുന്ന ആഘോഷ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കണമേ എന്ന് ഏവരും പ്രാർത്ഥിച്ചിരുന്നു. നിറമേഴും പോരും പിന്നാലെ പുതുനിനവാലും കാണാ ലോകങ്ങൾ കയ്യും വീശി വരവേൽക്കന്നിൽ പൂതുരേ ലാളിച്ചാൽ ഈ വേലിപ്പൂവും പൂക്കും കായാവും നാളെ തനിയെ. ഓരോ വിജയവും ചരിത്രമാണ്. പ്രേക്ഷകന്റെ കാഴ്ചയ്ക്ക് മുന്നിൽ തിരശീലയിൽ വീണ്ടും വീണ്ടും ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സിനിമയെന്ന മഹാകലയുടെ മാസ്മരികത തന്നെയാണ്. കാലം തന്നൊരാ താനേ വാർന്നു നീ വർഷധാരയായി മാറി എന്നിനി വേനലാളവേ അരുമയായി കൺപീലിയിൽ വിരിയു നീ എൻ സ്വപ്നമായി തെളിയുക പ്രിയമൊരു മധുമയ സൗരഭമായി നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോമനെ തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി.